ചന്ദ്രദേവൻ പരമശിവന്റെ തലയിലേക്ക് വന്നത് ശാപം മൂലമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ചന്ദ്രദേവന്റെ അഹങ്കാരം ആകാശത്തെയും ഭൂമിയെയും നശിപ്പിക്കാൻ ഒരുങ്ങിയ കഥയെക്കുറിച്ച് അറിഞ്ഞാലോ? മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തോടെ ചന്ദ്രനെ ദക്ഷ പ്രജാപതി തന്റെ മക്കളായ 27 നക്ഷത്രങ്ങളെ വിവാഹം കഴിക്കാൻ അനുവദിച്ചു. എന്നാൽ ചന്ദ്രൻ രോഹിണിയെ മാത്രമേ കൂടുതലായി സ്നേഹിച്ചുള്ളൂ. മറ്റു ഭാര്യമാരെ അവഗണിച്ചു. ഈ അവഗണന സഹിക്കാനാകാതെ മറ്റ് 26 സഹോദരന്മാർ ദക്ഷനോട് പരാതി പറഞ്ഞു. ദക്ഷ കുപിതനായി, ചന്ദ്ര, നീ സമത്വത്തോടെ പെരുമാറിയില്ല എങ്കിൽ ഞാൻ നിന്നെ ശപിക്കും. ചന്ദ്രന്റെ അഹങ്കാരം അതിലുമധികം വർദ്ധിച്ചു. നിങ്ങളുടെ ശാപം എനിക്ക് ബാധിക്കില്ല. ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു. നീ ദിനം പ്രതി ക്ഷയിച്ചു നശിക്കും. നിന്റെ പ്രകാശം തുടർച്ചയായി കുറഞ്ഞ് അന്ത്യത്തിൽ നീ അസ്തമിക്കേണ്ടി വരും. ദക്ഷന്റെ ശാപം സത്യമാകാൻ തുടങ്ങി. ചന്ദ്രന്റെ പ്രകാശം പതിച്ചു. ഭീതിയോടെ ചന്ദ്രൻ ശിവന്റെ ശരണം തേടി. പ്രഭു, ഞാനൊരു തെറ്റ് ചെയ്തു. ദക്ഷന്റെ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുമോ? ശിവൻ ചന്ദ്രനെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ പൂർണ്ണമായി നശിപ്പിക്കാൻ അനുവദിക്കില്ല. ശിവൻ ചന്ദ്രനെ തന്റെ തലയിലേറ്റി അവൻ അമർത്തം നൽകി. ശിവന്റെ ജടയിൽ ചന്ദ്രന്റെ ദേവതാശക്തി നിലനിൽക്കുന്നതിനാൽ ചന്ദ്രൻ അകത്തുനിന്ന് പുനർജനിക്കുമെന്ന സത്യം വേദങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.